ഹായ് ഹലോ ഡിയേഴ്സ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. ഇന്നത്തെ വീഡിയോയിൽ തമ്പനയിൽ കണ്ട പോലെ എയർലൈൻ ടോപ്പിൻ്റെ താഴെ ഭാഗം എത്ര വിഡ്ത്ത് എടുക്കണം എന്നുള്ളതാണ്. ബിഗിനേഴ്സിന് വേണ്ടിയിട്ടാണ് കേട്ടോ ഈ വീഡിയോ ചെയ്തിട്ടുള്ളത്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ലൈനിങ് മെറ്റീരിയൽ മടക്കിയിട്ടിട്ടുണ്ട്. ഷോൾഡർ, ആം ഹോള്, ചെസ്റ്റ്, വേസ്റ്റ് ലെങ്ത്ത്, വേസ്റ്റ് റൗണ്ട്, ഹിപ്പ് ലെങ്ത്ത്, ഹിപ്പ് റൗണ്ട് ഇതൊക്കെ കറക്റ്റായിട്ട് മാർക്ക് ചെയ്ത് കൊടുക്കാം. ഇവിടെ ഞാൻ ലൈനിങ് മെറ്റീരിയൽ എടുത്തിട്ടുള്ളത് ക്രേപ്പിൻ്റെയാണ്. ഒരു വെൽവെറ്റിൻ്റെ മെറ്റീരിയലിന് ലൈനിങ് വെക്കാൻ വേണ്ടിയിട്ടാണ് ഈ ക്രേപ്പ് എടുത്തിട്ടുള്ളത്. അപ്പോൾ ഇതിൻ്റെ ഒരു വീതി എന്ന് പറഞ്ഞാൽ 44 ഇഞ്ചൊക്കെ ഉണ്ടാവുള്ളൂ. സാധാരണ ലൈനിങ് മെറ്റീരിയൽ 38 തൊട്ടിട്ട് 44 ഇഞ്ച് വരെയാണ് ഉണ്ടാവുക. അപ്പോൾ അത് കാരണം കൊണ്ട് ഇവിടെ ലൈനിങ് മെറ്റീരിയൽ നമുക്ക് എത്രയാണോ മാക്സിമം വിഡ്ത്ത് കിട്ടുന്നത് അത് മൊത്തത്തിൽ നമ്മൾ ലാസ്റ്റ് ഭാഗം, അതായത് ടോപ്പിൻ്റെ താഴെ ഭാഗത്തേക്ക് എടുക്കുന്നുണ്ട്. ഈ ഒരു വീഡിയോയിൽ നമ്മൾ ബോഡി മെഷർമെൻറ്റ് എങ്ങനെയാണ് അല്ലെങ്കിൽ എത്ര ഇഞ്ച് ലൂസ് കൊടുക്കണമെന്നോ അതിനെക്കുറിച്ചൊന്നും പറയുന്നില്ല കേട്ടോ. ചെറിയൊരു വീഡിയോ ആണ്, ബിഗിനേഴ്സിന് ഉപകാരപ്പെടുന്നു വിശ്വസിക്കുന്നു. ഇനി ടോപ്പിൻ്റെ കോർണർ ഭാഗം നമ്മൾ കുറച്ച് മുകളിലേക്ക് കയറ്റി വെട്ടി കൊടുക്കുന്നുണ്ട്. അതല്ലെങ്കിൽ നമ്മൾ സ്റ്റിച്ച് ചെയ്ത് വരുമ്പോൾ കോർണർ ഭാഗം താഴോട്ട് തൂങ്ങി നിൽക്കുന്ന പോലെ ഉണ്ടാകും. അപ്പോൾ അത് കാരണം കൊണ്ട് നമ്മൾ ലൈനിങ് മെറ്റീരിയലും നല്ല മെറ്റീരിയലും ഇതുപോലെ കോർണർ സൈഡ് എയർലൈൻ ടോപ്പിൻ്റെ അല്ലാതെ പാനൽ കട്ടിൻ്റെ ആയാലും കയറ്റി വെട്ടി കൊടുക്കണം. ഇവിടെ ആം ഹോളിൻ്റെ അവിടെ മാത്രം 1/2 ഇഞ്ച് നമ്മൾ തയ്യൽ തുമ്പ് കൊടുത്തിട്ടുണ്ട്. ബാക്കി ബോഡി പാർട്ടിൽ ഹിപ്പിലും അതെ 2 ഇഞ്ച് വെച്ചിട്ട് തന്നെയാണ് എയർലൈൻ ആയ കാരണം കൊണ്ട് തയ്യൽ തുമ്പ് കൊടുത്തിട്ടുണ്ട്. ഇനി ഇവിടെ എടുത്തിട്ടുള്ള മെറ്റീരിയൽ വെൽവെറ്റിൻ്റെ ആണ്. അപ്പോൾ അതിൻ്റെ നീളം എനിക്ക് മടക്കി ഇടുമ്പോൾ കിട്ടുന്നത് കുറവായ കാരണം കൊണ്ട് ഞാൻ നീളം, അതായത് തേരുവശം വരുന്നത് വീതിയിലാണ് മടക്കി എടുത്തിട്ടുള്ളത്. അതായത് ഈ വൈറ്റ് ലൈൻ വരുന്ന ഭാഗം നമ്മൾ വീതിയിലാണ്, സാധാരണ അത് നീളവശമായിട്ടാണ് നമ്മൾ എടുക്കേണ്ടത്. അപ്പോൾ നമുക്ക് അത് കറക്റ്റായിട്ട് ലെങ്ത്ത് കിട്ടാത്ത കാരണം കൊണ്ടാണ് കേട്ടോ എടുത്തിട്ടുള്ളത്. ഇനി ലൈനിങ് വെച്ചിട്ട് നമ്മൾ സൈഡ് ഭാഗമൊക്കെ മാർക്ക് ചെയ്തെടുക്കുക. ഇനി ഇപ്പോൾ കാണുന്നത് നമ്മളതിൻ്റെ താഴെ ഭാഗമാണ്. അപ്പോൾ താഴെ ഭാഗം നമുക്ക് കറക്റ്റായിട്ട് എടുക്കേണ്ട അളവ് എന്ന് പറഞ്ഞത് നമ്മുടെ ചെസ്റ്റിനേക്കാളും 5 തൊട്ടിട്ട് 8 ഇഞ്ച് വരെ നമുക്ക് കൂടുതൽ എടുക്കാം. അതായത് ഇവിടുത്തെ ഒരു ചെസ്റ്റ് അളവ് എന്ന് പറഞ്ഞത് ഒരു 10 ഇഞ്ചാണെന്ന് വിചാരിക്കുക. അതായത് നമ്മൾ ചെസ്റ്റ് മാർക്ക് ചെയ്തിട്ടുള്ളത് 15 ഇഞ്ച് തൊട്ടിട്ട് 18 ഇഞ്ച് വരെയാണ് എയർലൈൻ ടോപ്പിന് താഴത്തെ ഒരു ഭാഗം വീതി വരുന്നുള്ളൂ. വീതി വേണ്ട ആവശ്യമുള്ളൂ. പാനൽ കട്ടൊക്കെ ആണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് കുഴപ്പമില്ല. പക്ഷേ ഇവിടെ എയർലൈൻ ആകുമ്പോൾ നമുക്ക് ഇത്രയാണ് വീതിയുടെ ആവശ്യമുള്ളൂ. ഇപ്പോൾ ഒരു 58 ഇഞ്ച് വീതിയുള്ള തുണിയാണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ പകുതി നോക്കുമ്പോൾ 29 ഇഞ്ച് വരും. അപ്പോൾ 29 ഇഞ്ച് വീതി നമുക്ക് എയർലൈൻ ടോപ്പിന് എടുത്ത് സ്റ്റിച്ച് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അതെല്ലാം കൂടെ മടങ്ങി രണ്ട് ഭാഗത്തും കാണാനായിട്ട് അത് വൃത്തി ഉണ്ടാവില്ല. അപ്പോൾ നിങ്ങൾ സ്റ്റിച്ച് ചെയ്യുമ്പോൾ നമുക്കിപ്പോൾ ഒരു സാരിയൊക്കെ തരണത്, ഒരു കസ്റ്റമർ സാരി കൊണ്ടുവന്ന് വെച്ചാൽ നമുക്കത് എത്ര വീതി, അതായത് ഫുള്ള് നമുക്ക് വീതിക്ക് എടുക്കാൻ പറ്റില്ലല്ലോ. അപ്പോൾ ഈ ഒരു അളവ് വെച്ചിട്ട് അത് നിങ്ങളുടെ ടോപ്പ് ആയിക്കോട്ടെ നിങ്ങൾ ചെയ്ത് നോക്കുക. അപ്പോൾ നല്ല നീറ്റായിട്ട് കിട്ടും കേട്ടോ നമുക്ക് എയർലൈൻ ടോപ്പ് എന്ന് പറയുന്നത്. നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം.